ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ബ്രോക്കോളി അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ഡിഷ്, ഒരു ഹെൽത്തി സാലഡ് പോലത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഷോർട്സ് അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു എന്താണ് ഐറ്റം എന്ന്. അപ്പം അതിലൊന്നും എനിക്ക് വലിയ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് റെഡിയാക്കിയതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ഇടയ്ക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ റെഡിയാക്കി കൊടുക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ബ്രോക്കോളിയും അതുപോലെ തന്നെ സ്വീറ്റ് കോണും കൂടിയിട്ട് ഒന്ന് നമ്മൾ ആവി കയറ്റിയെടുത്തു. ഒരു 10 മിനിറ്റ്സ് ആവി കയറ്റിയെടുത്തു. അതിനുശേഷം ഒന്ന് വേവിച്ചെടുത്തു. അപ്പം അതിനുശേഷം നമ്മൾ ചൂടായ പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് ഗാർലിക്ക്, വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഗാർലിക്ക് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളിയും അതുപോലെ തന്നെ സ്വീറ്റ് കോണും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിത് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഹെൽത്തി ആയിട്ട് ഒരു സ്പൂണും ഫോർക്കോ വല്ലതും വെച്ച് കൊടുക്കുകയാണെങ്കിൽ മക്കൾ പ്ലേറ്റിൽ വിളമ്പി കൊടുക്കുകയാണെങ്കിൽ തന്നെ കോരി കഴിച്ചോളും, വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കോരി കഴിച്ചോളും. അപ്പോൾ ഹെൽത്തി ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ബട്ടറിലും അതുപോലെ തന്നെ ആ ഗാർലിക്കിലും ഒക്കെ ആ ബ്രോക്കോളിയും അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് കോണും ഒക്കെ നന്നായിട്ട് കിടന്നൊന്ന് വഴണ്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടു. ഇപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നതെങ്കിൽ ഞാൻ പെപ്പർ പൗഡറും അതുപോലെ തന്നെ കൂടുതൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇത് മക്കൾക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാനിന്ന് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ടും കുറച്ചും കൂടെ ഒന്ന് കുറച്ചും കൂടെ ബട്ടറും കാര്യങ്ങളും ഒക്കെ ഒന്ന് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ ആ ഒരു ബ്രോക്കോളി സ്വീറ്റ് കോണിലേക്ക് ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ബട്ടറിലാണല്ലോ ഇത് നമ്മൾ കംപ്ലീറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം പിന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ബ്രോക്കോളിയും അതുപോലെ തന്നെ സ്വീറ്റ് കോണും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. പിന്നെ ഞാൻ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മോസറല്ല ചീസ് കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ മക്കൾക്കൊക്കെ ആകുമ്പോഴത്തേനും ഈ ചീസും ബട്ടറും ഒക്കെ എന്ന് പറയുമ്പം ഒരു ചീസൊക്കെ ഇടുമ്പോഴത്തേനും എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴുമല്ല, ഞാൻ ഇടയ്ക്ക് റെഡിയാക്കി കൊടുക്കാറുണ്ട്. ഞാൻ ബ്രോക്കോളി വെച്ചിട്ടും അതുപോലെ തന്നെ കോണ്, ചിക്കൻ, ബ്രോക്കോളി, അതുപോലെ നമ്മുടെ മഷ്റൂംസ്, അതുപോലെ തന്നെ ചിക്കൻ, അങ്ങനെ ഈ വക ഐറ്റംസ് എൻ്റെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള സാലഡ് പോലെ ഞാൻ റെഡിയാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മോസറല്ല ചീസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു 5 മിനിറ്റ്സ് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റായി. അപ്പോൾ മോസറല്ല ചീസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വലിഞ്ഞു വരും. നമ്മുടെ സ്ലൈസ് ചീസോ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വലിഞ്ഞു വരും. അപ്പോൾ മക്കൾക്ക് അതും കഴിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് ചീസ്, ബട്ടർ, ഗാർലിക്ക്, സാൾട്ട്, അത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. ഇത് എൻ്റെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഞാൻ ചൂടോട് കൂട്ടിയിട്ട് വിളമ്പുകയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കിയത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്കൊക്കെ റെഡിയാക്കുമ്പോൾ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇളയാളും ചെറുതായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കഴിച്ചോളും. അപ്പോൾ മൂത്ത ആൾക്കാണ് ഇത് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ റെഡിയാക്കി കൊടുക്കാറുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസൊക്കെ കുട്ടികളുടെ ഉള്ളിൽ എത്തുകയും ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയ ഒരു ചീസി ബ്രോക്കോളി സ്വീറ്റ് കോൺ സാലഡ്, അല്ലെങ്കിൽ സ്വീറ്റ് കോണിൻ്റെ ഒരു ഡിഷാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു സിമ്പിൾ റെസിപ്പി, കിഡ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് റെസിപ്പി എന്നൊക്കെ പറയാം. അപ്പോൾ അതായത് ചീസും ബട്ടറും ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് കേട്ടോ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ എന്താണേലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കൾക്ക് എന്താണേലും ഇതൊന്ന് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത മക്കളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ബട്ടറും ചീസും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളത് കഴിച്ചോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.